ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഒരാളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 25 വർഷക്കാലത്തോളം പഞ്ചാബിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ സുവിശേഷം അറിയിക്കുകയും അതുപോലെ ഈ കാലയളവിലെല്ലാം തനിക്ക് ബുദ്ധിയിൽ തോന്നിയതായ ചില കാര്യങ്ങൾ താൻ ചെയ്ത് ഇന്ന് USA വേൾഡ് റെക്കോർഡും അതുപോലെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡും ഒക്കെ നേടിയതായ ഒരു സാധാരണ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന് അല്പം പ്രായമുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം ഒരു സുവിശേഷകനാണ്. ആ സുവിശേഷകൻ്റെ പ്രവർത്തനങ്ങൾ എന്താണ്, അദ്ദേഹം പല തവണയും അതുപോലെ കൊറോണയെക്കുറിച്ചും അതുപോലെ പ്രളയ ദുരിതത്തെക്കുറിച്ചും ഒക്കെ അദ്ദേഹം പ്രവചനാത്മാവിൽ വിവിധ ഇടങ്ങളിൽ സംസാരിക്കാനുള്ളതായ അവസരം അദ്ദേഹത്തിന് ദൈവം കൊടുത്തു. അദ്ദേഹം അതൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞു. ഒരു പക്ഷേ സാധാരണ ഒരു മനുഷ്യൻ്റെ വാക്കുകളൊന്നും ദേശം അറിയുകയോ മറ്റുള്ള വിശ്വാസികളോ ആരും അറിയണം എന്നില്ല. എങ്കിലും അദ്ദേഹം ദൈവം നൽകിയതായ ആ ദൗത്യം നിർവഹിച്ചിട്ടുണ്ട്. അതുപോലെ ഇന്ന് അദ്ദേഹത്തിൻ്റെ ചില ന്യായവിധിയെക്കുറിച്ചുള്ളതായ ചില വാക്കുകൾ അദ്ദേഹം തൻ്റെ പ്രവചനാത്മാവിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹം അത് ബുക്കിൽ എഴുതി അത് വായിച്ച് കേൾപ്പിക്കുന്നത് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേര് പാസ്റ്റർ യേശുദാസൻ എന്നാണ്. അദ്ദേഹം കൊല്ലം ജില്ലയിൽ ഉമ്മന്നൂർ പഞ്ചായത്തിൽ അമ്പലക്കര എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം ഇപ്പോൾ സ്ഥിരമായി താമസിച്ചു കൊണ്ടിരിക്കുന്നു. കുടുംബമുണ്ട്. അദ്ദേഹത്തിൻ്റെ ചില വാക്കുകളിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് മഹത്വം. ആധുനികൻ്റെയും പുരാണികൻ്റെയും ചിന്താമണ്ഡലത്തിൽ എന്നും ഒരത്ഭുത പ്രതിഭാസമായി നിലനിൽക്കുകയാണ് വിശുദ്ധ ബൈബിൾ. ബൈബിൾ എന്ന പദം പുസ്തക സഞ്ചയം എന്നർത്ഥമുള്ള ബിബ്ലിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നും രൂപം കൊണ്ടതാണ്. 66 പുസ്തകങ്ങൾ അടങ്ങിയ വിശുദ്ധ ബൈബിൾ കർത്താവായ യേശുക്രിസ്തുവിലൂടെ മനുഷ്യവർഗത്തിന് ദൈവം ഒരുക്കിയ രക്ഷയുടെ ദൂതാകുന്ന സുവിശേഷം ലോകത്തിൽ എല്ലായിടത്തും പ്രസംഗിക്കപ്പെടണം എന്നുള്ളതാണ് കർത്താവിൻ്റെ കൽപ്പനയാണല്ലോ. ആ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. മത്തായി 24:14, മർക്കോസ് 13:10, മത്തായി 24:4. ആവർത്തന പുസ്തകം 29:28 മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളതത്രേ, വെളിപ്പെട്ടിരിക്കുന്നതോ ഈ ന്യായപ്രമാണത്തിൻ്റെ സകല വചനങ്ങളും അനുസരിച്ച് നടക്കേണ്ടതിന് എന്നേക്കും നമുക്ക് നൽകപ്പെട്ട നമ്മുടെ മക്കൾക്കും ഉള്ളവയായിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 12:31 ഈ ലോകത്തിൻ്റെ ന്യായവിധി ആകുന്നു. ഇന്ന് ലോകത്തിൻ്റെ ന്യായവിധിയെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ വരവിനെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ലോകത്തെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സംഭവങ്ങളെ നമ്മൾ കാണുമ്പോൾ ഇന്ന് മനുഷ്യൻ്റെ പ്രവൃത്തികളൊക്കെയും ഏറ്റവും ദുഷ്കർമ്മമായ ദുഷ്കാര്യങ്ങളിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവപ്രവൃത്തിയെ ആർക്കും അംഗീകരിക്കുവാനോ ദൈവപ്രവൃത്തിയെ കാണുവാനോ മനുഷ്യന് ഇഷ്ടമല്ലാത്തൊരു ലോകത്തിലേക്ക് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവവചനങ്ങൾക്ക് മാറ്റമില്ലാത്തതാണ്, സത്യമാണ്, നീതിയാണ്. ആകാശവും ഭൂമി ഒഴിഞ്ഞു പോയാലും ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് മാറ്റമില്ല എന്ന് അരുളി ചെയ്തിരിക്കുന്ന രക്ഷകനാകുന്ന കർത്താവിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. ഈ ലോകത്തിൻ്റെ ന്യായവിധി അടുത്തിരിക്കുന്നു. എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി പകൽ ഉള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. എന്താ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്? എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി പകൽ. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സമയങ്ങൾ പകൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ചെയ്തെടുക്കുവാൻ നമുക്ക് കിട്ടിയിരിക്കുന്ന സമയങ്ങൾ, അത് പ്രവൃത്തി അനുഗ്രഹത്തോട് ദൈവസന്നിധിയിൽ ചെയ്ത് തീർക്കേണ്ടതായ ഒരു സമയമാണ്. ആർക്കും പ്രവർത്തിച്ചു കൂടാത്തൊരു രാത്രി വരാൻ പോവുകയാണ്, വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതിലേതാ ഇന്ന് നമുക്കറിയാം, ലോകത്തിൻ്റെ എവിടെ നോക്കിയാലും സംഭവങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്ത് ഏത് അനർത്ഥത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുവാനോ ഇല്ലെങ്കിൽ അവരെ അതിൽ നിന്ന് വിടുവിക്കുവാനോ ഇന്ന് ലോകത്തിൻ്റെ ആധുനിക രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ,
നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. ദശലക്ഷങ്ങളെ അങ്ങനെയുള്ള സംഭവങ്ങളിൽ നിന്ന് മാറ്റി താമസിപ്പിച്ചു അവർക്ക് അതിൻ്റേതായ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. എങ്കിൽ ഇത് ആർക്കും പ്രവർത്തിക്കുവാൻ കഴിയാത്തൊരു കാലം നമ്മുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. അത് പട്ടാളക്കാർക്കോ പോലീസുകാർക്കോ രക്ഷാപ്രവർത്തകർക്കോ ആർക്കും ആ രാത്രിയാകുന്ന ദിവസങ്ങൾ ഒന്നും ചെയ്യുവാൻ കഴിയാത്തൊരു കാലത്തിലേക്ക് നാം അടുത്തിരിക്കുന്നു. ദൈവത്തിൻ്റെ ന്യായവിധി അടുത്തിരിക്കുന്നു. അതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ വചനം ഏറ്റവും ആസന്നമായിരിക്കുന്നു. കർത്താവിൻ്റെ വചനങ്ങൾ ഇന്ന് ലോകത്ത് അതിവേഗം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വചനമാണ് ദൈവത്തിൻ്റെ വചനം. അത് മാറ്റമില്ലാത്തതാണ്. എത്രയും വേഗത്തിൽ കർത്താവിൻ്റെ വചനങ്ങൾ ഓരോ ഹൃദയങ്ങളിലും ആഴമായി പതിഞ്ഞുകൊണ്ടിരുന്നിട്ടും അതിനെ അംഗീകരിക്കുവാത്ത ഒരു ലോകത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ആ ലോകത്തെ നാം ഗണ്യമാക്കാതെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ നമ്മൾ തള്ളപ്പെട്ടവരായി ദൈവസന്നിധിയിൽ നിന്നും നമ്മൾ അകന്ന് ആ രക്ഷയുടെ മാർഗം നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം അത് എപ്പോഴും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. എന്നാൽ മനുഷ്യൻ പറയുന്ന ഏത് നിസാര വാക്കിനും ന്യായ ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെയും നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നിസാര വാക്കുകളായി തള്ളിക്കളയുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ അത് നിസാരമാക്കി കളയുന്നതായ ആ വാക്കുകൾക്കൊക്കെയും ഒരു ന്യായവിധി ദിവസം നമുക്കുണ്ടെന്നുള്ളത് മറന്ന് മനുഷ്യൻ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ ന്യായവിധികൾ ഇല്ലെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ നിൽക്കേണ്ട ഒരു സമയം നമുക്ക് ആസന്നമായിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി നമുക്ക് മുന്നിൽ എത്തിക്കഴിഞ്ഞു. നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങേണ്ട സമയങ്ങളും കാലങ്ങളുമാണ്. ഒരുക്കം എന്ന് പറയുന്നത് എല്ലാവരും വിചാരിച്ചത് എന്തൊക്കെ വലിയ ത്യാഗപ്പെട്ട ഒരു ജോലി ഇല്ല. ദൈവസന്നിധിയിൽ ദൈവികമായി ജീവിക്കുവാൻ ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും നിയമങ്ങളും അനുസരിച്ച് നമുക്ക് ജീവിക്കുവാൻ കിട്ടിയിരിക്കുന്ന സമയങ്ങൾ വളരെ നിസ്സാരമായ സമയങ്ങളാണ്, നിസ്സാരമായ കാര്യങ്ങളാണ്. അതിന് വലിയ ഭാരങ്ങളില്ല. കർത്താവ് പറഞ്ഞ എൻ്റെ ചുമടുകൾ വളരെ ലഘുവും അത് അങ്ങനെയെങ്കിൽ നമ്മളത് ഏറ്റെടുക്കുന്നതിന് യാതൊരുമാകുന്ന പ്രയാസങ്ങളുമില്ലാത്ത രീതിയിൽ നമ്മൾ ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ ദൈവവചനങ്ങളുമായി നമ്മുടെ ജീവിതങ്ങളിൽ പങ്കുചേരുമ്പോൾ അത് ദൈവം നമ്മെ കാണുന്നൊരു ദൈവമാണ്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് സങ്കീർത്തനക്കാരനിൽ കൂടെ ഇപ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് യഹോവ സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കുന്ന അങ്ങേ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ട്. ഇന്ന് ലോകത്തിന് അനേക ബുദ്ധിമാന്മാരുണ്ട്. ലോകത്തിൻ്റെ പിന്നിൽ അനേക കാര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ വെട്ടിപ്പിടിക്കുവാൻ, ഇല്ലെങ്കിൽ മനുഷ്യൻ്റെ താല്പര്യങ്ങളെ നേടിയെടുക്കുവാൻ വേണ്ടി ലോകത്തിൻ്റെ മുന്നിൽ മത്സരിച്ചോടിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ആയിരിക്കുന്നത്. ഈ ലോകത്ത് മനുഷ്യന് തൃപ്തിയില്ലാത്ത ലോകം. ഏതും വെട്ടിപ്പിടിക്കുവാൻ, എന്ത് ത്യാഗവും കഷ്ടപ്പാടും ചെയ്യുവാൻ അവർക്ക് യാതൊരു മടിയുമില്ല. എങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്നത് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കുന്നു, എന്നെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്നാണ്. ലോകത്ത് ദൈവം നോക്കുന്നത് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരാണ്. അല്ല നമ്മൾ ലോകത്തിൻ്റെ പുറകിൽ പോയി പലതും നേടിയെടുത്തു അതിൽ നിന്നുകൊണ്ട് നമ്മൾ സാക്ഷീകരിച്ചത് കൊണ്ട് അത് ദൈവസന്നിധിയിൽ അത് വിലപ്പെട്ടതോ അല്ലെങ്കിൽ നീതീകരിക്കപ്പെട്ടതോ ആയിരിക്കില്ല എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നാം ഗണ്യമാക്കാതെ പോകുന്നത്, നാം അത് നിസ്സാരമായി തള്ളിക്കളയുന്നത് ഒരു സമയത്ത് ദൈവസന്നിധിയിൽ അത് വിലപ്പെട്ടതാണെന്നുള്ളത് നാം മറന്നു പോകരുത്. ദൈവസന്നിധിയിൽ എപ്പോഴും അത് വിലപ്പെട്ടത് തന്നെയാണ്. ആ ദൈവത്തിൻ്റെ വചനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കുക, പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക. കാരണം അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ലൂക്കോസ് 19:22 അവൻ അവരോട് ദുഷ്ടദാസനെ നിന്റെ വായിൽ നിന്ന് തന്നെ ഞാൻ വിധിക്കും. അതാണ് നമ്മുടെ വായിൽ നിന്നും വരുന്ന വാക്കുകൾ, പ്രവൃത്തികൾ. ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, നിന്റെ ഹൃദയം പറഞ്ഞ് കവിഞ്ഞത് നിന്റെ വായ് പ്രസ്താവിക്കുന്നു. നമ്മുടെ വാക്കുകൾ പ്രവൃത്തികളൊക്കെയും ദൈവഹിതമായി തീരുവാൻ, ദൈവത്തിനിഷ്ടമായി തീരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ആ വാക്കുകൾ നമ്മൾ എപ്പോഴും ഉപ്പിന് രുചിയുള്ളതായിരിക്കും. ഉപ്പിനോട് നമ്മളെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും നമ്മുടെ നടപ്പുകൾ ഇരിപ്പുകളൊക്കെയും ദൈവം നമ്മെ കാണുന്ന ദൈവമാണെങ്കിൽ ആ ദൈവസന്നിധിയിൽ നമ്മൾ വിശ്വസ്തരായിരിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ആ വിശ്വസ്തത നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ നമ്മൾ കുറ്റക്കാരാണ്, ദൈവസന്നിധിയിൽ നമ്മൾ തള്ളപ്പെട്ടവരായി തീരും എന്നുള്ളതാണ് ലോകത്തിൻ്റെ മുന്നിൽ ദൈവത്തിൻ്റെ വചനങ്ങളിൽ കൂടെ നമുക്ക് നൽകിയിരിക്കുന്നത്.
അപ്പോൾ ഈ ലോകത്തിൽ നമ്മൾ സ്നേഹിക്കുന്നത് ദൈവത്തിന് സന്നിധി ശത്രുതയാണ്. അപ്പോൾ ലോകത്തിൻ്റെ പിന്നിൽ ഓടി നടന്ന് നമ്മൾ ലോകത്തെ സ്നേഹിക്കും, ലോകത്തെ വെട്ടിപ്പിടിക്കുവാൻ ഓടുന്ന സമയങ്ങളിൽ നമ്മൾ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട വലിയൊരു സംഭവമാണ്. ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് മുന്നിൽ നമ്മൾ ഒരു നാൾ നമ്മൾ നിൽക്കേണ്ടവരാണ്, ദൈവസന്നിധിയിൽ നിൽക്കേണ്ടവരാണ്. ആ ന്യായവിധി ദിവസത്തിൽ നമുക്ക് ആർക്കും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ സാധ്യമല്ല. അപ്രകാരമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ക്രമീകരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിലകൊള്ളുവാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ആ ദൈവ പൈതലായി, ദൈവമകനായി ദൈവസന്നിധിയിൽ നിലകൊള്ളുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി, നമ്മുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ യാത്ര ചെയ്താൽ തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ നമുക്ക് ലഭിക്കേണ്ടതായ നന്മകൾ, രക്ഷ, നിത്യത, നിത്യരാജ്യം നമുക്ക് നഷ്ടമാകും എന്നുള്ളത് തീർച്ച തന്നെയാണ്. ദൈവത്തിൻ്റെ വചനങ്ങളാണ് നമുക്ക് ആധാരമായിട്ടുള്ളത്. ആ ദൈവത്തിൻ്റെ വചനങ്ങളെ നമ്മൾ അനുസരിച്ച് കൊണ്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ടതായ ആ നിത്യമാകുന്ന നിത്യരാജ്യത്തിന് നമ്മൾ അവകാശികളായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കും. ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്നും ഈ ലോകത്ത് നേടിയെടുക്കുവാൻ ഈ ലോകത്ത് നേടിയെടുത്താലും സ്വർഗരാജ്യത്തിൽ നമുക്ക് അവിടെ നഷ്ടമാകും എന്നുള്ള ആ പ്രത്യാശ നമ്മളിൽ ഉണ്ടാകണം, ആ വിശ്വാസം നമ്മളിൽ ഉണ്ടായിരിക്കണം. ആ വിശ്വാസത്തിൽ നമ്മൾ പ്രത്യാശയോടുകൂടെ നിലകൊണ്ടാൽ തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ നമുക്ക് ഈ ഭൂമിയിൽ നമുക്ക് യാതൊരു വിധമാകുന്ന അവകാശങ്ങളൊന്നും ഇല്ല എങ്കിലും നമുക്ക് വേണ്ടി പൗലോസ് പറഞ്ഞതുപോലെ നമ്മുടെ സ്വകരുത്തമോ സ്വർഗത്തിലാണ്. നമുക്ക് സ്വർഗത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതായ ആ വിലപ്പെട്ടതായ ആ നന്മകൾ അനുഭവിക്കുവാൻ, ദൈവത്തോടുകൂടെ വാഴുവാൻ, തൻ്റെ വിശുദ്ധന്മാരോടുകൂടെ ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് ലഭിക്കുന്നതായ വലിയ മഹാഭാഗ്യമാണത്. ആ ഭാഗ്യത്തെ നമ്മൾ നഷ്ടമാക്കിയിട്ട് ഈ ഭൂമുഖത്ത് നമ്മൾ നമ്മുടെ ജീവിതത്തെ നമുക്ക് കിട്ടേണ്ട അവകാശങ്ങളെ നമ്മൾ നഷ്ടമാക്കിയാൽ ദൈവസന്നിധിയിൽ നമ്മൾ തള്ളപ്പെട്ടവരായി. കർത്താവിൻ്റെ വഴിയിൽ രണ്ടാണ്, ഒന്ന് സ്വർഗവും നരകവും. ദൈവം വേണമെങ്കിൽ നിലനിൽക്കുവാൻ ദൈവം ആരെയും നിർബന്ധിക്കുന്നില്ല. ദൈവസന്നിധിയിൽ നമുക്ക് ഈ മനുഷ്യനെ തിരഞ്ഞെടുക്കുവാനുള്ള വഴികളും സാഹചര്യങ്ങളൊക്കെയും ദൈവം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അത് തിരഞ്ഞെടുത്ത് നമുക്ക് ദൈവസന്നിധിയിൽ നിലകൊള്ളുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് നമ്മളെ തിരഞ്ഞെടുപ്പ് എപ്രകാരമുള്ളതെന്ന് ദൈവസന്നിധിയിൽ നമ്മെ ദൈവമാണ് നമ്മെക്കുറിച്ച് കാണുന്നത്. അതുകൊണ്ടാണ് ലൂക്കോസിൻ്റെ 10:20 പറയുന്നത്, സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്നവൻ സന്തോഷിക്കട്ടെ. നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കലും നമുക്ക് ദുഃഖിക്കേണ്ട കാര്യമില്ല. സന്തോഷത്തോടു കൂടെ ഈ ഭൂമുഖത്ത് ജീവിക്കുമ്പോൾ നമുക്ക് സന്തോഷത്തോടെ അവകാശത്തോടു കൂടെ നമുക്ക് പറയുവാൻ കഴിയും, എൻ്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു, ഞാൻ ദൈവത്തിൻ്റെ ഒരു പൈതലാണ്, ദൈവരാജ്യത്തിന് ഞാനൊരു അംഗമാണ്, എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭവനത്തിൽ എനിക്ക് വേണ്ടി എല്ലാ നന്മകളും ഒരുക്കിയിരിക്കുന്ന ഭവനത്തിൽ ഞാൻ അവകാശിയാണെന്നുള്ളത് നമുക്ക് ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയും. അതില്ല എങ്കിൽ നമ്മൾ തള്ളപ്പെട്ടവരായി, സ്വർഗരാജ്യത്തിന് നമ്മൾ തള്ളപ്പെട്ടവരായെങ്കിൽ നിത്യനരകത്തിലേക്ക് നമ്മൾ കടന്നു പോകേണ്ട സാഹചര്യങ്ങൾ നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുന്നതാണത്. നമ്മുടെ തിരഞ്ഞെടുപ്പാണ്. നമ്മുടെ വാക്കുകളോ നമ്മുടെ പ്രവൃത്തികളൊക്കെയും ദൈവഹിതമല്ല എങ്കിൽ നാം ദൈവസന്നിധിയിൽ നിന്നും തള്ളപ്പെടും. അങ്ങനെയാകാതെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവസന്നിധിയിൽ നിലകൊള്ളുവാൻ തക്കവണ്ണം നമ്മൾ പ്രാർത്ഥനയോടുകൂടായിരിക്കും. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഉണർന്നിരിപ്പിൻ, കർത്താവിൻ്റെ ഫലം ഏറ്റവും ആസന്നമായിരിക്കും ഈ നാളുകളിൽ. കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഉണർന്നിരിപ്പിൻ, ഏത് യാമത്തിൽ വന്നാലും കർത്താവിനോടുകൂടെ കടന്നു പോകുവാൻ തക്കവണ്ണം നമ്മൾ ഒഴുക്കമുള്ളവരായിരിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ആ കർത്താവിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കുമ്പോൾ ദൈവരാജ്യത്തിൽ നമ്മൾ അവകാശികളായി തീരുവാൻ ഒരുങ്ങുക. കഴിഞ്ഞ ഈ 2024 41 ദിവസമാണ് ഭയങ്കരമാകുന്ന കൊടും ചൂട് അനുഭവപ്പെട്ടത്. ഒരുപക്ഷെ നമ്മുടെ ദേശത്തോ നമ്മളോ അത് അനുഭവിച്ചില്ല എങ്കിലും ഭയങ്കരമാകുന്ന ചൂടിൽ മരണപ്പെട്ടത് 3700 ജനങ്ങൾ മരണപ്പെട്ടിട്ടുണ്ട്. ഈ 2024 ഏറ്റവും ഭീകരമാകുന്ന ഭയങ്കരമാകുന്ന ഒരു വലിയ ചൂട് തന്നെയാണ് അനുഭവപ്പെട്ടിട്ടുള്ളതെന്ന് പറയുന്നുവെങ്കിൽ കർത്താവിൻ്റെ വചനങ്ങൾ നമുക്കറിയാം, നമുക്ക് സമീപമായിരിക്കുന്നു. കർത്താവ് നമ്മുടെ ഭാഗത്തിൽ നിൽക്കുകയാണ്. കർത്താവിൻ്റെ വചനങ്ങൾ നിറവേറുവാൻ സമയമായിരിക്കുന്നു. അതുകൂടാതെ ഈ 2024 ഭയങ്കരമാകുന്ന കൊടുമാരിയിൽ മഴയുടെ ഇതിൽ 2000 ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭവങ്ങളൊക്കെ ഒരുപക്ഷെ നമ്മൾ കണ്ടാലും കാണാത്ത ഭാവം നടിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും
ദൈവസന്നിധിയിൽ കുറ്റക്കാർ തന്നെയാണ്. എങ്കിൽ അവർക്ക് വന്നു, അതുകൊണ്ട് നമുക്ക് എന്താണെന്ന് ചിന്തിക്കുന്നതല്ല. വേറൊരു രാജ്യത്തിന് വന്നിരിക്കുക, അയൽഭവനത്തിനാണ് വന്നിരിക്കുന്നത്, അതിൽ നമുക്കൊന്നുമില്ല. പക്ഷേ നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് നമ്മുടെ ദേശത്തിന് വേണ്ടി, നമ്മുടെ ഭവനങ്ങൾക്ക് വേണ്ടി നമ്മൾ കരയേണ്ട കാലമാണ്. കർത്താവ് അവസാനമായി വിളിച്ചു പറഞ്ഞത് ഈ ഒരു കാര്യമാണ്. യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയുടെ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവാൻ നമുക്ക് വേണ്ടി ആഹ്വാനം ചെയ്തിരിക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ആ രീതിയിൽ നമ്മൾ നിലവിളിച്ചാൽ തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ നമുക്ക് നിലകൊള്ളുവാൻ കഴിയും. ദൈവസന്നിധിയിൽ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വമാണ് നിങ്ങൾ കരയുക. നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ അയൽക്കാർക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി നമ്മെ കരയുവാൻ, നമ്മെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് നമ്മൾ വിശ്വസ്തയോടുകൂടെ ദൈവസന്നിധിയിൽ നമ്മൾ ആ പ്രാർത്ഥന നമ്മൾ ഏറ്റെടുത്തുകൊണ്ട്, ഇല്ലെങ്കിൽ ആ വാക്കുകൾ ഏറ്റെടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മൾ നിലകൊണ്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തെ ദൈവം നമ്മെ അറിയുന്ന ഒരു ദൈവമാണ്. ദൈവദൃഷ്ടിയിൽ കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ആ സങ്കീർത്തനക്കാരൻ വീണ്ടും പറയുന്നത്, യഹോവയെങ്കിലേക്ക് നോക്കി അവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല. ഒരു നാൾ നമ്മൾ യഹോവയെങ്കിലേക്ക് നോക്കിയവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ഈ ഭൂമുഖത്ത് നമുക്ക് ഒരുപക്ഷെ നമ്മൾ തള്ളപ്പെട്ടേക്കാം, നിന്ദിക്കപ്പെട്ടേക്കാം, നമ്മെ എല്ലാ രീതിയിലും നമ്മൾ പരാജയപ്പെട്ടു പോയാലും നമ്മെ അറിയുന്ന, നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ കരുതുന്നൊരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ആ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടുകൂടെ നിലകൊള്ളുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് നമ്മൾ വിശ്വസ്തരാണെങ്കിൽ നമുക്കൊന്നിനും ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവം നമ്മെ ഒരുക്കുന്ന സ്ഥാനത്ത് ദൈവം നമ്മെ ആ സന്തോഷത്തോടുള്ള ദൈവസന്നിധിയിൽ നമുക്ക് നിലകൊള്ളുവാൻ കഴിയും. ദൈവത്തിൻ്റെ, നമ്മുടെ കർത്താവിൻ്റെ വരെ ഏറ്റവും അവസാനമായിരിക്കുന്നു. സമയങ്ങൾ ഏറെയില്ല, സമയം ഏറ്റവും ഞെരുക്കമായിരിക്കുന്നു. ഈ സമയങ്ങളിൽ നമ്മൾ ഒരുക്കമുള്ളവരായി ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം, ഉണർന്നിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ, ഇല്ലെങ്കിൽ കാക്കള കേൾക്കുമ്പോൾ, തൻ്റെ ദൂതന്മാരുമായി വരുമ്പോൾ നമുക്ക് ദൈവത്തോടു കൂടെ കടന്നു പോകുവാൻ ദൈവം നമ്മെ ധാരാളമായി സഹായിക്കുവാൻ, അനുഗ്രഹിക്കുവാൻ ദൈവം നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. ദൈവം നമ്മെ ധാരാളമായി സഹായിച്ച് അനുഗ്രഹിക്കട്ടെ.